എല്ലാവർക്കും എസ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് CISF LDC 2019 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതിനകത്ത് 150 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 2 മാർക്ക് വീതമാണ്. ടോട്ടൽ 300 മാർക്കിലാണ് എക്സാം വരുന്നത്. അപ്പോൾ പാർട്ട് എയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് റിക്വസ്റ്റ് വന്നത് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ടാണ് സെക്കൻഡ് ഞാൻ ഇത് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ ഏതൊരു ക്ലാസ്സിനും ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ആ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നതില് which of the following pairs of quantities has no length in their dimension? അവരുടെ ഡയമെൻഷന് ലെങ്ത് ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സർഫസ് ടെൻഷനും സ്ട്രെയിനുമാണ്. ഇനി Kelvin thermometer and a Fahrenheit thermometer both give the same reading for a certain sample. The corresponding Celsius temperature is. അപ്പോൾ നമ്മുടെ ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ തെർമോമീറ്ററും കെൽവിൻ തെർമോമീറ്ററും ഒരേ വാല്യൂ അല്ലെങ്കിൽ സെയിം റീഡിംഗ് കാണിക്കുന്ന ടെമ്പറേച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൽഷ്യസ് ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 301 ആണ് ഉത്തരം. അടുത്തത് the minimum length of a plane mirror to see your full length image is half of your height. നമുക്ക് ഒരു പ്ലെയിൻ മിററിന് നമ്മളുടെ ഫുൾ ഇമേജ് കാണാനായിട്ട് എത്രമാത്രം ലെങ്ത് വേണം എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഹൈറ്റിന്റെ ഹാഫ് എങ്കിലും വേണം. അടുത്തത് സ്റ്റാർസ് ട്വിങ്കിൾ ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ് ബിക്കോസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ റിഫ്രാക്ഷൻ കൊണ്ടാണ്, അപവർത്തനം മൂലമാണ് നക്ഷത്രങ്ങൾ രാത്രി മിന്നിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല നമുക്കറിയാം 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് മാറ്റം വരും. ഇനി the horizontal component of earth magnetic field is 0 at. അപ്പൊ എപ്പോഴാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആവുന്നത്? ഏത് ഹൊറിസോണ്ടൽ കോമ്പോണന്റിലാണ് വെച്ചിട്ടാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആവുന്നതെന്നാണ് ചോദ്യം. ഉത്തരം മാഗ്നറ്റിക് പോൾസിൽ വെച്ചിട്ടാണ്. Two reactants in a flask produce bubbles of a gas that turns lime water milky. The gas is. ഒരു ഫ്ലാസ്കിൽ 2 റിയാക്ടൻസ് കൂടിയിട്ട് ഒരു ഗ്യാസ് ബബിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഗ്യാസ് ബബിൾസ് ലൈം വാട്ടറിനെ മിൽക്കി ആക്കി. ആ ഗ്യാസ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ which of the following elements forms a compound with pronounced covalent character? അപ്പൊ കോവാലന്റ് ക്യാരക്ടർ ഉള്ള എലമെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഏതാണ്? സോഡിയം ആണ്. സോഡിയം അല്ല, ലിഥിയം ആണ് കേട്ടോ. ലിഥിയം ആണ് ഉത്തരം വരുന്നത്. ലിഥിയം ആണ്, സോഡിയം അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Out of the elements phosphorus, sulfur, chlorine and fluorine, the element having the most negative and least negative electron gain enthalpy are. നമുക്ക് 4 എലമെന്റ്സ് തന്നിരിക്കുന്നത്. ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ഫ്ലൂറിൻ. ഇതിനകത്ത് നെഗറ്റീവ്, മോസ്റ്റ് നെഗറ്റീവ്, അതോടൊപ്പം തന്നെ ലീസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള എലമെന്റ് അല്ലെങ്കിൽ മൂലകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ക്ലോറിനും ഫോസ്ഫറസും ആണ് കേട്ടോ. അടുത്തത് നോക്കാം. അടുത്തത് the number of elements in the lanthanoids of a periodic table. ഒരു പീരിയോഡിക് ടേബിൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അവസാനം ഏറ്റവും താഴെ രണ്ട് കോളായിട്ട് കിടക്കുന്നുണ്ട്. പീരിയോഡിക് ടേബിളിലെ മാറിയത് F ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഇവിടെ വരുന്നത്. അതിനകത്ത് നമുക്ക് ലാന്തനോയിഡ്സ് ഗ്രൂപ്പും ആക്ടിനോയിഡ്സ് ഗ്രൂപ്പും ഉണ്ട്. അതിനകത്ത് വരുന്ന ചോദിച്ചിരിക്കുന്നത് ലാന്തനോയിഡ്സ് എലമെന്റ്സിന്റെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 14 എണ്ണമാണ്. അടുത്തത് കാറ്റലിക് കൺവേർട്ടർ ട്രാൻസ്ഫോംസ് waste gas from engines of many cars into carbon dioxide, nitrogen, water. The catalyst is made up of. ആൻസർ വരുന്നത് പ്ലാറ്റിനം റോഡിയം ഉപയോഗിച്ചിട്ടാണ് കാറ്റലിക് കൺവേർട്ടർ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് നമുക്ക് വരുന്നത് സെന്റിപീഡി ഈസ് എ മെമ്പർ ഓഫ് ഫൈലം ആർത്രോപോഡ. ആർത്രോപോഡ ഫൈലത്തിൽ വരുന്നതാണ് ഈ നമ്മുടെ സ്കാലോപെൻഡ്ര എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്കാലോപെൻഡ്ര ഈസ് എ മെമ്പർ ഓഫ് ഫൈലം ആർത്രോപോഡ. ഇതൊക്കെ സുവോളജിയിൽ വരുന്നതാണ്. ക്ലാസ് ഓരോ ഫൈലം, മാമൽസ്, ക്ലാസസ് അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ടോപ്പിക് ഉണ്ട്, ഞാൻ എടുത്തു തരാം.
അടുത്തത്, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഹേർട്ട് ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബോഡി ഡസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്ലോ? അപ്പോൾ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന മനുഷ്യ ശരീരത്തിലെ ഹേർട്ടിന്റെയും സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗം ഏതാണെന്നാണ് ചോദ്യം വരുന്നത്. ഉത്തരം വേന കാവയാണ്. അടുത്ത ചോദ്യം നോക്കാം. Which of the following is a disease for which India has not faced epidemic at any point of time in the past? അപ്പോൾ പണ്ട് നമുക്ക് എപ്പിഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ ഇപ്പൊ നമ്മൾ കോവിഡ് ഒക്കെ ഒരു പാൻഡമിക് ആയിട്ട് പറയും. പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന അസുഖമാണ് എപ്പിഡമിക്സ് എന്ന് പറയുന്നത്, എപ്പിഡമിക് ആയിട്ടുള്ള അസുഖങ്ങൾ. അപ്പൊ ഇതുവരെയും അങ്ങനെ ഒരു അസുഖം ഇതിൽ ഏതാണ് ഇന്ത്യയെ ഫേസ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ലുക്കീമിയ ആണ് കേട്ടോ. The answer is leukemia. The next, which one of the following cell organelles synthesize its own proteins involving genes present in its DNA? അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സെൽ ഓർഗനൽസ് ആണ് they are synthesizing its own proteins? ഉത്തരം വരുന്നതാണ് പ്ലാസ്റ്റിഡ്സ് ആണ് കേട്ടോ, പ്ലാസ്റ്റിഡ്സ് ആണ്. Then next, താഴെ തന്നിരിക്കുന്നവയിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ ഫ്ലവറിൽ വരാത്തത്, ഒരു പൂവിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഭാഗമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പോളൻ ആണ്. പോളൻ എന്താണ്, ഒരു മെയിൽ പോർഷൻ ആണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The Silent Valley is located in which of the following states? നമുക്കറിയാം സൈലന്റ് വാലി കേരളത്തില് പാലക്കാട് ജില്ലയിലാണ് വരുന്നത് അല്ലെ. അപ്പൊ പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി വരുന്നത്. Which of the following crops is not a kharif crop? അപ്പോൾ നമുക്ക് നോക്കാം, താഴെ തന്നിരിക്കുന്നതിലെ ഖാരിഫ് ക്രോപ്പ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം വീറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is most dominant religion in Thailand in terms of its followers? അപ്പോൾ ഫോളോവേഴ്സ് അനുസരിച്ച് തായ്ലൻഡിലെ ഏത് മതത്തിനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഫോളോവേഴ്സ്, ഡോമിനന്റ് ആയിട്ടുള്ള റീജിയൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ബുദ്ധിസം ആണ്. അടുത്ത ചോദ്യം നോക്കാം. What is the name of first research station established by Government of India for conduct of research at Antarctica? അപ്പോൾ ഇത് PSC ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ആദ്യത്തെ റിസർച്ച് സ്റ്റേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഉത്തരം ദക്ഷിണ ഗംഗോത്രി ആണെന്നുള്ളത് അല്ലെ. അടുത്തത്, ഡാർലിംഗ് ഡൗൺസ് ഇസ് എ എന്താണ്, നമുക്ക് പറയാം ഒരു നമ്മുടെ ഓസ്ട്രേലിയയിലെ ഒരു ഗ്രാസ്ലാൻഡ് ആണ് ഡാർലിംഗ് ഡൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹിരാക്കുഡ് ഡാം ഈസ് ബിൽഡ് അക്രോസ് വിച്ച് റിവർ? ഏത് നദിക്ക് കുറുകെയാണ് ഹിരാക്കുഡ് ഡാം വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാനദിയാണ് ശരി ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിലെ ഏത് കൺട്രീസ് ആണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാത്തതെന്നാണ് ചോദ്യം. ഉത്തരം ജോർദാൻ ആണ് കേട്ടോ. Then which one of the following is observation regarding river is not made by Central Water Commission operating through its network of hydrometeorological stations? അപ്പോൾ ഷിഫ്റ്റിംഗ് റിവർ ചാനൽ ആണ് ഈ പറഞ്ഞിരിക്കുന്നതിൽ നമ്മുടെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ എടുക്കാത്ത, അല്ലെങ്കിൽ they are not observing these kinds of network. The next, which of the following is the largest country in Europe in terms of area? അപ്പോൾ യൂറോപ്പില് ഈ തന്നിരിക്കുന്നത് ഏത് രാജ്യത്തിനാണ് ഏറ്റവും വലുത്, ഏരിയ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്, ഫ്രാൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മാച്ച് ദി ഫോളോയിങ് ആണ് കേട്ടോ. അതെ, അപ്പൊ നമ്മൾ ഇത് മാച്ച് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള കോഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തമ്മിൽ മാച്ച് ചെയ്തിട്ട് ഈ കോഡിൽ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത് ഹസാർഡിയസ് ആയിട്ടുള്ള വേസ്റ്റ് ആണ്. ആൻഡ് നമ്മുടെ റോട്ടർഡാം കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു പെസ്റ്റിസൈഡ് ആണ്. ആൻഡ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെയാണ്. മീനമത കൺവെൻഷൻ ഈസ് റിലേറ്റഡ് ടു മെർക്കുറി. ഓക്കെ. Okay, the next question. The Indian Universities Commission appointed by Lord Curzon in 1902 was headed by? 1902 ലോർഡ് കഴ്സൺ അപ്പോയിന്റ് ചെയ്ത ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ ഹെഡ് ചെയ്തത് അല്ലെങ്കിൽ ചെയർമാൻ ആരാന്നാണ് ചോദ്യം. ഉത്തരം സർ തോമസ് റെയ്ലി ആണ്. അടുത്തത് PSC ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ. രാജാറാം മോഹൻ റോയ് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഔറംഗസീബ് had compiled the greatest digest of Islamic law called? ഔറംഗസീബിന്റെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഇസ്ലാമിക് ലോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഫതവ ഇ ആലംഗീരിയാണ് ശരി ഉത്തരം. ഫതവ ഇ ആലംഗീരിയാണ്. നെക്സ്റ്റ് 44ാമത്തെ ചോദ്യമാണ്. The State Reorganization Commission of 1953 was consisted of. അപ്പോൾ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് എന്താണ്? ദ ആൻസർ ഈസ് ജസ്റ്റിസ് ഫസൽ അലി, ഹൃദയനാഥ് കുൻസു ആൻഡ് KM പണിക്കർ. PS ഇത് വേറെ ഇതിൽ ചോദിക്കാറുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഫസൽ അലി കമ്മീഷനിൽ ഉണ്ടായിരുന്ന മലയാളി ആരാന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ആരാണ്? KM പണിക്കരാണ്. ശരി, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് ഷാ ആലംഗീർ? ഷാ ആലം രണ്ടാമൻ. ഷാ ആലം രണ്ടാമനുമായിട്ട് ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഉത്തരം വരുന്നത് that is he joined Mir Qasim of Bengal and Sirajuddaulah of Awadh to fight the British. അപ്പോൾ നമുക്കറിയാം മിർ ഖാസിമും സിറാജുദ്ദൗള ആദ്യത്തെ യുദ്ധമാണ് ബ്രിട്ടീഷുകാരെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് നടത്തുന്ന സിറാജുദ്ദൗളയുമായിട്ട് നടത്തുന്ന ഒരു യുദ്ധമുണ്ട്, പ്ലാസി യുദ്ധം എന്ന് പറയും. അപ്പൊ പ്ലാസി യുദ്ധത്തില് ഷാ ആലം രണ്ടാമൻ സിറാജുദ്ദൗളയുടെ കൂടെയും അതോടൊപ്പം മിർ ഖാസിമിന്റെ കൂടെയും ബംഗാളില് അവധില് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. അതുകൂടാതെ ബ്രിട്ടീഷുകാര് ആദ്യത്തെ രണ്ടാമത്തെ നമ്മുടെ റോബർട്ട് ക്ലൈവ് ആണ് ആ സമയത്ത് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരെ അവർ ആ ഒരു യുദ്ധത്തിൽ തോറ്റു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അലഹാബാദില് ബ്രിട്ടീഷിന്റെ പെൻഷനറായിട്ട് താമസിക്കുകയും ചെയ്തു. ഇതാണ് ശരി ഉത്തരം കേട്ടോ. അപ്പൊ നമുക്ക് ഈ കഥയൊക്കെ പഠിക്കണം. അപ്പൊ ബെറ്റർ ആയിട്ടുള്ളത് NCERT ടെക്സ്റ്റ് വെച്ച് പഠിക്കുന്നതാണ്. അപ്പൊ അതും ഈസി ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാനിവിടെ തരാം. അതായിരിക്കും നിങ്ങൾക്ക് ഏതൊരു എക്സാം. ഇപ്പൊ നിങ്ങൾ CISF മാത്രമല്ല SSC ലെവലിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പാറ്റേൺ മാത്രം വ്യത്യാസം ഉണ്ടാവുകയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എല്ലാ ക്ലാസ്സിലും ഇൻക്ലൂഡ് UPSC നിങ്ങൾക്ക് NCERT ഈ ക്ലാസ്സിന്റെ ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ. ശരി, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് ബഹദൂർ ഷാ 1? ബഹദൂർ ഷാ ഒന്നാമനെ കുറിച്ചാണ്. ബഹദൂർ ഷാ രണ്ട് പേരുണ്ട്. നമുക്ക് 1856 റിവോൾട്ടൊക്കെ ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു മുഗൾ ഭരണാധികാരി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് ബഹദൂർ ഷാ? ബഹദൂർ ഷായെ കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ഇതെന്ന് പറയുന്നത് അദ്ദേഹം ഔറംഗസീബിനെ സക്സീഡ് ചെയ്തു. അതോടൊപ്പം അദ്ദേഹം അവരുടെ ബ്രദേഴ്സിനെ ഔറംഗസീബിന് ശേഷം എന്താണ് ഈ അദ്ദേഹത്തിന്റെ ബ്രദേഴ്സിനെ ഫൈറ്റ് ചെയ്തതിനു ശേഷമാണ് ആ ഒരു കിരീടം നേടുന്നത്. പിന്നെ ഇന്ത്യയുടെ ഒരുപാട് പോളിസീസ് അദ്ദേഹം റിവേഴ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട് ഹി റിവേഴ്സ്ഡ് മെനി പോളിസീസ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ദിവാൻ ഐ ആം റെഫേർഡ് ടു. എന്താണ് ചോദ്യം? ദിവാൻ ഐ ആം റെഫേർഡ് ടു വാട്ട്? വിച്ച് ഈസ് referred to the whole of public audience. അടുത്തത് who issued an independence proclamation in 1930 in the name of Indian Republic Army? Indian Republic Army ആണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? സൂര്യ സെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. നമ്മൾ സുഭാഷ് ചന്ദ്രബോസിലേക്ക് പോകും. സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയേനെ അല്ലേ? സുഭാഷ് ചന്ദ്രബോസ്. അപ്പോ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരുടേതാണ്? 1930 സൂര്യ സെന്നിൻ്റെതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമി ആരുടേതാണ്? INA, അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, യെസ്, ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. അടുത്തത് the Congress leader Swami Ramananda Tirtha was active in the freedom struggle in which of the following princely states? ഉത്തരം വരുന്നത് ഹൈദരാബാദിലാണ് കേട്ടോ. കോൺഗ്രസ് ലീഡർ ആയിരുന്ന സ്വാമി രാമാനന്ദ തീർത്ഥ നമ്മുടെ ഹൈദരാബാദിലെ ഏരിയയിൽ പ്രിൻസ്ലി സ്റ്റേറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഹി വാസ് എ ഫേമസ് ഫ്രീഡം സ്ട്രഗിളർ ഓർ ഫ്രീഡം ഫൈറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം. ഓൺ ദ ബേസിസ് ഓഫ് ഫെയിൽഡ് ഗാന്ധി ജിന്ന ടോക്സ് ഓഫ് 1944 വാസ്. അപ്പൊ മുഹമ്മദ് അലി ജിന്ന, പാകിസ്ഥാന്റെ മുഹമ്മദ് അലി ജിന്നയും ഗാന്ധിയും തമ്മിലുള്ളൊരു കരാറ് 1944 അത് എന്തിന്റെ ബേസിസിലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്ത് ഫോർമുലയായിരുന്നു? രാജഗോപാലാചാരി ഫോർമുല, CH രാജഗോപാലാചാരി ഫോർമുലയായിരുന്നു പ്രധാനമായിട്ടും ഇന്ത്യൻ ഡിവിഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോക്കായിരുന്നു. അത് സക്സീഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കാം. In 1922 who referred to Lenin as the dear leader of Kisans?
1922 ലെനിനെ ഡിയർ ലീഡർ ഓഫ് കിസാൻസ് എന്ന് റെഫർ ചെയ്ത വ്യക്തി ആരാണ്? ബാബ രാംചന്ദ്ര. Who among the following translated the Manusmriti in English for the first time? മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി, ആദ്യമായിട്ട് തർജ്ജമ ചെയ്ത വ്യക്തി ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമാരാണ്? NB ഹാൽഹഡ് ആണ്. The Asiatic Society of Bengal was founded by Sir William Johnson in the year. അപ്പൊ ഏത് വർഷമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1784. അടുത്തത് 1942 പ്രാതി സർക്കാർ വാസ് സ്റ്റാർട്ടഡ്. അപ്പോൾ പ്രതി സർക്കാർ 1942 എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഉത്തരം വരുന്നത് സതാരയിലാണ്, മഹാരാഷ്ട്രയിലെ സതാരയിലാണ് കേട്ടോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് 1967 which language was added to the list of major recognized Indian languages by constitutional amendment? Constitutional amendment പ്രകാരം 1967 സിന്ധി ഭാഷയായിരുന്നു മേജർ റെക്കഗ്നൈസ്ഡ് ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ട് ആടാക്കപ്പെട്ടത്. അടുത്തത് which of the following acts provided for the inclusion of certain additional non-official members in the executive council of governor general for the first time? അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 പ്രകാരമായിരുന്നു കേട്ടോ. അടുത്തത് which one of the following acts introduced diarchy in the providence? അപ്പോൾ പ്രൊവിഡൻസിൽ ഡയർക്കി 2 ടയർ സിസ്റ്റം ആണ് വരുന്നത്. 2 ടയർ ഡയർക്കി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട് ഓഫ് 1919. ജലിയൻവാലാബാഗ് കൂട്ടക്കൊലയൊക്കെ നടന്ന് ആ ഒരു വർഷത്തിനടുക്കാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട് 1919 വരുന്നത്. അടുത്ത ചോദ്യം, which of the following legislators passed the Indian Independence Act of 1947? 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ് ചെയ്ത ലെജിസ്ലേറ്റീവ് ഏത് ആക്ട് പ്രകാരമാണ് പാസ്സാക്കിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് കേട്ടോ. അപ്പോൾ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ് ചെയ്തത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. അടുത്ത ചോദ്യം, the preamble to the Constitution of India as adopted 26th November 1949 originally described India as a what? ഉത്തരം വരുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. ഇനി select the correct answer using the code given below. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഉത്തരപ്രകാരം ആൻസർ സെലക്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൂടെ ഞാൻ ഒന്ന് വിട്ടുപോയി, സോവറൈൻ റിപ്പബ്ലിക് എന്ന് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നത് ഓപ്ഷൻ 1ഉം 2ഉം. അപ്പോൾ 1949 ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ പ്രകാരം ഇന്ത്യ ആസ് അഡോപ്റ്റഡ് ഓൺ 26 November in which it described India as sovereign republic and democratic republic. ഓക്കെ ആണല്ലോ? ശരി, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following statement in respect of the Union of India are correct? അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ the Union of India is more like the Canadian Federation than America. ശരിയാണ്. And also then residuary power are vested in the Union. ഇത് രണ്ടും ശരിയാണ്. ഓക്കെ, then next നോക്കാം. 61ാമത്തെ ചോദ്യമാണ് കേട്ടോ. Which of the following statement about the territory of India is correct? ഇന്ത്യൻ ടെറിട്ടറിയുമായിട്ട് ബന്ധമുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. It comprises of territories of states. Yes, ശരിയാണ്. Then it comprises the union territory specified in the first schedule. അതും ശരിയാണ്. Then next, it may include other acquired territories. ഇതും ശരിയാണ്. Okay. Then which of the following statement according to the Constitution of India are correct? അപ്പോൾ നമുക്ക് നോക്കാം. Equality before the law is available to the citizens of India only. അങ്ങനെയല്ല, ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമല്ല. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. Then next നോക്കാം. Equality of opportunity in the matters of public employment is available to India. Yes, equality to opportunity in matters of public employment എന്നൊക്കെ ഇന്ത്യയിലെ സിറ്റിസൺസിന് മാത്രമാണ് ഉള്ളൂ. The next, right of freedom of speech and expression is available to all persons residing in India.
അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് റൈറ്റ് ഓഫ് ഫ്രീഡം സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഈസ് അവൈലബിൾ ടു ഓൾ പേഴ്സൺസ് റിസൈഡിങ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ അതും ശരിയാണ് അല്ലേ? യെസ്, അപ്പോൾ ശരിയാണ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലസ് GK ആൻഡ് ജനറൽ നോളജ് ആയിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്തോളൂ. ഇതിന്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായാൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കാം. അപ്പോൾ ഇതുപോലത്തെയുള്ള ക്ലാസ്സുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒന്ന് അറിയിക്കാം. അത് ഞാൻ തീർച്ചയായിട്ടും വരുന്ന ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. Till then, bye bye and thank you so much.